നൽകണം. നോമ്പെടുത്തുകൊണ്ട് സന്തോഷിക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ട് സന്തോഷിക്കാം, ഇബാദത്ത് ചെയ്തുകൊണ്ട് സന്തോഷിക്കാം, അതിലൊന്നും ഒരു പ്രശ്നമല്ല. ഹബീബിന്റെ ജന്മദിനം, ഹബീബ് ലോകത്തേക്ക് വന്നത്, ആ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിലാണ് അബൂലഹബിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നരകത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ കലാമിൽ വ്യക്തമാണ്. അയാൾ നരകത്തിലാണ്. പക്ഷേ തിങ്കളാഴ്ച ദിവസം അദ്ദേഹത്തിന് ശിക്ഷയിൽ ഇളവുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. കാരണം ഹബീബ് ജനിച്ച സന്തോഷം അറിഞ്ഞപ്പോ അന്ന് തന്റെ അടിമയെ മോചിപ്പിച്ചുകൊണ്ട് സന്തോഷം കാണിച്ചിട്ടുണ്ട് അബൂലഹബ്. നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന് ഹബറുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന സ്വഹാബികളിൽ തന്നെ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെട്ട സ്വഹാബിയാണ് ഇബ്നു അമ്മി റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. മഹാൻ കൊടുത്ത മറുപടി, അതിന്റെ വ്യാഖ്യാനം, അല്ലാഹുവിന്റെ ഫദ്ലും റഹ്മത്തും നിങ്ങൾ പറയണം, അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഫദ്ൽ എന്ന് പറയുന്നത് കലാമുല്ലാഹി വ കിതാബുഹു, അല്ലാഹുവിന്റെ കിതാബാണ് ഫദ്ൽ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഹുവ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പുണ്യ നബിയാണ്. ഹബീബിനെ പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കണം. ഹബീബിന്റെ വിലാദത്ത്, അവിടുത്തെ ജന്മദിനം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഹബീബിന്റെ ബിഅസത്ത്, അതുതന്നെയാണ് ഹബീബിന്റെ ഖുർആൻ അവതരിക്കുന്നത്, അതുതന്നെയാണ് ഹബീബ് ലോകത്തിന് ശരീഅത്ത് കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം. ഹബീബിന്റെ ജന്മമല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, വഖദ് റുഇയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വായിമൻ യൗമൽ ഇത്നൈൻ. തിങ്കളാഴ്ച ദിവസം പുണ്യനബി തങ്ങൾ നോമ്പെടുത്തതായി കണ്ടപ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയെ എന്തുകൊണ്ടാണ് അങ്ങ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? എന്താ മറുപടി? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, ദാക യൗമുൻ ഉലിച്ചു ഫീഹി, അത് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാസത്തിൽ 4 തവണ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ജന്മദിനം സന്തോഷത്തോടെ ആചരിച്ചു എന്നതാണ്. 4 തിങ്കളാഴ്ചകൾ ഹബീബ് നോമ്പെടുക്കും ഒരു മാസത്തിൽ. അതുപോലെ നോമ്പെടുക്കുന്നത് സന്തോഷത്തിന്റെ അടയാളമാണ്. മൂസ നബി അലൈഹിസ്സലാം ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം ആശൂറയുടെ ദിവസം, മുഹറം 10-ന് മദീനയിലെ ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോ, വലിയ ബഹുമാനം കാണിക്കുന്നത് കണ്ടപ്പോ, നഹ്നു ഔലാ ബി മൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാളും ബന്ധപ്പെട്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വഹാബികളോട് പറയാ, ഇന്ന് നോമ്പെടുക്കണം. അത് രാവിലെയാ തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം വെളുത്തിട്ടുണ്ട്. സുന്നത്ത് നോമ്പുകൾ ളുഹറിന്റെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. നോമ്പ് മുറിയുന്നതൊന്നും السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك على حبيبك سيدنا ومولانا وحبيبنا محمد صلوات الله وسلامه عليه وعلى آله وصحبه وعترته أجمعين. ബഹുമാന്യരായ കായക്കൊടി സഹോദരങ്ങളെ, KMCCയുടെ സ്റ്റേറ്റ് ഭാരവാഹികളെ, പ്രിയങ്കരായ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കായക്കൊടി സഹോദരങ്ങളുടെ സംസാരം നിൽക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാഭാവികമായും നമ്മുടെ സമയപരിമിതി ആണ് അതിന് തടസ്സമായത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചതിലും ഭംഗിയായി ഈ പരിപാടി പര്യവസാനിക്കുന്നത് വരേക്കും നിങ്ങളുടെയൊക്കെ സഹകരണമുണ്ടാകണം. അള്ളാഹു നമ്മൾ ചൊല്ലിയതും മധുരം ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നൽകട്ടെ. ഏറെ ഇഷ്ടപ്പെടുന്ന ബഹുമാനമുള്ള ഉസ്താദന്മാരെ, സ്നേഹിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പ്രസംഗിക്കാനെല്ലാം പോയി ഞാൻ മൈക്ക് കൈപ്പിടിച്ചിരിക്കുന്നത്. പ്രസംഗം സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഒരു ചാവി ഇടാൻ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി മുഴുവൊക്കെ കേട്ടപ്പോൾ പണ്ട് എനിക്കൊരാള്
കൈതച്ചൊല്ല പൈനാപ്പിൾ കാലത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് നല്ല സാധനം നടത്തുന്നു ഇതുപോലെ ഞാൻ വാങ്ങി വെച്ച് വന്ന് ചെറുതാണ്. അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇത് തിന്നാനും എപ്പോഴാണ്? അത് മോനെ കുറച്ച് കഴിഞ്ഞ് തിന്ന ഇപ്പം നടന്നത്. ഞാനിത് കണ്ടുനോക്കുമ്പോൾ ഇതെങ്ങനെയാ തിന്ന, ഇതിൻ്റെ മേലെയെല്ലാം ആകെ മുഴുവൻ ഇലയൊക്കെ ആയിട്ട് ഇതിങ്ങനെ നല്ല മധുരമുണ്ടോ പേടിക്കേണ്ട ഇതിനും പറഞ്ഞിട്ട് അന്ന് പോയതാണ്. അങ്ങനെ ഉമ്മ എന്നോട് പറഞ്ഞു കത്തിയെടുത്ത് നിരത്തി ചെത്തിവിടുന്നത്. അപ്പൊ അതല്ലെങ്കിൽ ചെത്തി പിന്നെ നോക്കും. പിന്നെയാണ് എന്ത് ചെയ്തത്, അൽഹംദുലില്ലാ നല്ല മധുരമുള്ള പഴം എനിക്ക് തിന്നാൻ കഴിയും. അതുപോലെ ഇവിടെ എന്നെ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട മുർശാലി കമ്മിറ്റിയുടെ ഞാൻ ഏറ്റവും എല്ലാവരെയും സ്നേഹിക്കുന്ന കൂട്ടത്തിൽ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് മുറിച്ചാണ്ടി. എന്നുവെച്ചാൽ ഞാൻ പഴയ കാലത്ത് അവരുടെ നാട്ടിൽ വഴന്ന് പറയാറുണ്ട്. തുടർച്ചയായിട്ട് പറയും അന്ന് സംഭാവന ലഭിക്കുന്ന വേദാണ് കാര്യമായിട്ട്. എന്നാൽ അത് ഈ ചൂട് സമയത്ത് ഫാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നു. അയാൾ പറയും ഇയാളോട്, ഇയാൾ 10ൽ പഠിക്കാണ്, 10ാം ക്ലാസ് പഠിക്കുക, മച്ചാണ്ടിയോട് വീശിക്കൊടുക്കലാന്ന്. അപ്പൊ ആടെ ഇങ്ങനെ വീശിത്തരും ചൂടെടുക്കുമ്പോൾ. അത് ഒരാൾ വീശിയ പോലെ ഇടത്തും വലത്തും രണ്ടാൾ വേണം. അത് ഒന്ന് എളാപ്പാലം പോലും ഇയാളുടെ എല്ലാവരും വീശി. അന്നേ പരിചയമുള്ള ആളാണ് ഇവിടെ ബഹുമാനപ്പെട്ട MCCക്കാരി. ഇപ്പോൾ അൽഹംദുലില്ലാ അതാണ് ഞാൻ സ്തുതിച്ചു. എങ്കിലും കുറച്ചു കാലം ഇപ്പം വീണ്ടും സന്തോഷത്തിൽ കഴിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം KMCC എന്തെല്ലോ ആയിപ്പോയി. അത് ഞാൻ പലപ്പോഴും ദ്വാരക്കാൻ സാധുവ എന്റെ ദ്വാ നിങ്ങൾ ആമി പറഞ്ഞാൽ കയറി പോയിന്നല്ലോ എനിക്ക് ഓരോ ഉറപ്പുകൊണ്ട് അങ്ങനെ കുറെ ദ്വാരുന്നു. KP മുഹമ്മദ് ഉമ്മ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ ഉമ്മ ശരിയായ ഉമ്മയായിട്ട് കാണണമെങ്കിൽ നീ അവിടെ പോയിട്ട് നല്ലതുപോലെ ദ്വാരുന്നാൽ ഇവിടെ KMCC നന്നായി സമർത്ഥ സന്തോഷത്തിലായി തീരും. അല്ലെങ്കിൽ നിന്റെ ഉമ്മ ശരിയായിട്ടില്ല, അത് ഞാൻ തീരുമാനിക്കും. ഏതായിരുന്നാലും KMCC നല്ല നിലയിൽ ഉയരണമെന്ന് ആത്മാർത്ഥമായി അവിടെ വെച്ച് ദ്വാരന്നിട്ട് എന്നെ അദ്ദേഹം അറിയിച്ചു. ഞാൻ ഇവിടെ അങ്ങനെ ദ്വാരക്കുന്നുണ്ട്, പിന്നെ സംശയമില്ല. അതുകൊണ്ട് ഒരു കാലത്ത് ഏതായിരുന്നാലും ഇങ്ങനെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായത്. ആ പ്രതീക്ഷ ഇന്ന് അൽഹംദുലില്ലാ സാക്ഷാത്കരിച്ചു. ഇന്നെനിക്ക് വേറെ പോകാനുണ്ടായിരുന്നു ഭാര്യയും ദേശവും. പക്ഷെ അതിന്റെ 2 സ്ഥലത്ത് ഇപ്പൊ റമദാൻ റബീഉൽ അവ്വലായതുകൊണ്ട് ഫാത്തിയൊക്കെ കിട്ടും. അപ്പൊ അത് പോയിട്ട് ഫാത്തി യാസിൻ കോരി ഒരു ബൈത്തൊക്കെ ചെല്ലാൻ ചോറും കിട്ടും, പൈസയും കിട്ടും. അപ്പൊ ഞാൻ പോയിരുന്നു. പക്ഷെ മുറിച്ചാണ്ട് എന്നെ ക്ഷണിച്ചത് മാത്രമല്ല, ഞാൻ ചാരൊക്കെയുള്ളത് അത് സിംസാറിലൊക്കെ ഉണ്ട്. അയാളെ ഒരു പ്രസംഗമാണ്. അപ്പൊ എനിക്ക് പ്രസംഗിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഞാനായാലും വരാം. എനിക്ക് ബഹുമാനപ്പെട്ട സിംസാറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മൂല്യന്മാരോടും എനിക്കിഷ്ടമാണ്. അദ്ദേഹം മറ്റേ ചെമ്മാട് പഠിക്കുന്ന കാലത്ത് 1994 ഇവിടെ വന്നു. സുൽത്താൻ പള്ളിയിൽ നിന്ന് 99 ഈ ദുബൈയിൽ വന്നപ്പോൾ അന്നത്തെ കമ്മിറ്റി മറ്റേ യഹ്യ തളങ്കരയായിരുന്നു. അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പൈസ വിളിക്കാൻ, നമുക്ക് 25 പെണ്ണുങ്ങൾക്ക് പെൺകുട്ടിയൊക്കെ കെട്ടിക്കാനുള്ള പൊന്ന് 50 പവനുകളുണ്ടായി തരണമെന്നാണ്. അതുകൊണ്ട് ആയിക്കോട്ടെ, 50 വെള്ളിയാഴ്ച രാവാണ്, ദൈവത്തൊട്ടതിന്റെ രാവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ശരിയാവും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, മണിക്കൂറുണ്ട്, എത്ര ഒരു ദിവസം പ്രശ്നമില്ല, ശല്യം വരാറുണ്ട്, ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞു. ശരിയാക്കുന്നെങ്കിൽ നമുക്കൊരു കഴിവൊന്നുമില്ല, എന്നാലും അന്നാലെ തോപ്പി കൂടെ സാധിക്കും എന്ന പ്രതീക്ഷയുണ്ട്. ഞാൻ ചെന്നു ചുരുക്കി പറയാണ്. അവിടെ നിന്ന് ചെന്നപ്പോ എന്നെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് 10 മിനിറ്റാ സമയം. 10 ആളോട് പ്രസംഗിക്കാണ്. ഞാൻ പോവുകയാണ്. സെക്രട്ടറിയോട് ഞാൻ പോവുകയാണ്. എന്താ യഹ്യയോട് നേരിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്. എന്താ 10 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ ഇവിടെ വരണം. നിങ്ങൾക്ക് 50 പവനും വേണം. നടക്കണമെങ്കിൽ
ഞാനിപ്പോൾ 1 അരമണിക്കൂർ കാണുന്നത്. അപ്പൊ കോയമ്പത്തങ്ങൾ എന്റെ പത്ത് നിങ്ങൾക്ക് തന്നു, വേറൊരു എന്റെ പത്ത് നിങ്ങൾക്ക് തന്നു, അങ്ങനെ എന്റെ പത്ത് നിങ്ങൾക്ക് തന്നു, ഇങ്ങനെ കുറെ 10 കൂടിയപ്പോ 1 മണിക്കൂർ. അപ്പൊ ഞാൻ പറയാൻ തുടങ്ങി. സംഭവനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ നാദാപുരം അയാളുടെ മുമ്പിലിരിക്കുന്നുണ്ട്, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രസംഗം ഇങ്ങനെ പറഞ്ഞ സംഭാവന വരട്ടെ എന്ന് പറയുമ്പോൾ അയാൾ എഴുന്നേറ്റ് ഒരു പാവൻ തന്നു. എല്ലാവരും ആയിരത്തിലാണുണ്ടോ എന്ന് പള്ളി. അവൻ പവൻ കിട്ടിയപ്പോൾ അയാള് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടാൻ വേണ്ടി കൊണ്ടാത്. എനിക്ക് തോന്നി നാളെ നാട്ടിൽ പോകുന്നതിനോട് അതിന്റെ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞ നാട്ടിലെ കൊണ്ടുപോകാൻ വെച്ച പെണ്ണ് ഒരു പവൻ എടുത്തിട്ട് കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് തയ്യാറെടുക്കണം, എന്റെ പരിപാടിനെ തയ്യാറെടുക്കാതെ എന്നിട്ട് പൈസ ആക്കുന്നു, അതുകൊണ്ടാരും ആക്കാൻ കഴിയില്ല, നല്ല വേദന. അപ്പോ അൽഹംദുലില്ലാഹ് പഠിച്ചോല സഹായത്താൽ അതാണ് മഹത്തായ അനുഗ്രഹത്താൽ അഥവാ സ്വീകരിക്കുകയും ചെയ്യും, അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാം, നമുക്ക് പൈസയും കിട്ടും, പെണ്ണും കിട്ടും. അപ്പൊ അങ്ങനെ അഹമ്മദ് മുസ്ലിം എഴുതിയിട്ട് തരുമ്പോ ഞാൻ പറഞ്ഞു, ഇതാ നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്റെ സാധുവായ എന്റെ പ്രസംഗം കേട്ടിട്ട് സംഭാവന ചെയ്യുന്ന ആദ്യത്തെ ആള് ഒരു മുസ്ലിയാരാണ്, ഇപ്പോഴത്തെ ഇമാമാണ്, അദ്ദേഹം പള്ളിയിലെ ഇമാമായിരുന്നു. എനിക്കൊരു അത്ഭുതം, ഇതെന്ത് മുസ്ലിയാരാണ് ഇയാൾ എന്ത് കിതാബ് ഓതിയത്? ഞാൻ അങ്ങനെ പറഞ്ഞു, ഇയാൾ മുസ്ലിയാരായിട്ട് എന്ത് കിതാബായി ഓതിയത്? അപ്പൊ എല്ലാവരും എന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങനെ കുറച്ച് ആലോചിച്ച് മുസ്ലിംമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടല്ലോ, എന്നെപ്പോലത്തെ മുസ്ലിംമാരെന്ന് പറഞ്ഞാല് എന്താണ് ഇങ്ങോട്ട് വാങ്ങലല്ലാണ്ട് അങ്ങോട്ട് കൊടുക്കില്ല, കൈക്കോട്ട് ഇജാസത്ത് വാങ്ങിയതാണ്. അപ്പൊ ഇയാള് കണ്ടില്ലേ, ഒരു പവനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, അയാൾ ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ വയറിന്റെ ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിന്റെയും മക്കളുടെയും എല്ലാം ബഹുമാനം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈമാൻ ഇവിടെ പകർന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ പൂർത്തിപ്പെട്ട ഒരൊറ്റ ദ്വയമില്ല. ഞാൻ ചോദിച്ചു, അമ്മ എന്തെങ്കിലും പ്രായക്കണ്ടത്? അതെന്നോട് എന്റെ ഭാര്യക്ക് സുഖമില്ല, അതങ്ങ് ദ്വയായിരുന്നു. അൽഹംദുലില്ലാഹ് അഹമ്മദ് മുസ്ലിം അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ കബറിൽ സുഖത്തൊപ്പായിക്കൊള്ളാം. എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞു, കേട്ട് ഞാൻ പലരെ വിളിച്ചപ്പോ സുഖമുണ്ടെന്ന് അസുഖമില്ല പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഒരു മുസ്ലിം സംഭാവന ചെയ്തപ്പോൾ നിങ്ങളാരും ബാക്കിയൊക്കെ പാടില്ല, കഴിവുള്ളവരെല്ലാരും ചെയ്യണമെന്ന്. എന്നിട്ട് ഡോക്ടർ 5 പവൻ. ഞാൻ ഇതാരും 5 പവൻ ഡോക്ടർ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ പല ജാതിയുണ്ട്. എന്റെ മോള് ഗർഭിണിയായപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൾക്ക് 9 മാസമായില്ലേ, അതിന് ഗർഭം പ്രസവിക്കാൻ അടുത്തിരിക്കുന്ന, അതിന് 5 കുപ്പി രക്തം പാടുന്നു. അത് ചോദിച്ചപ്പോഴാണ് ഇവിടെ വാപ്പുണ്ടോ ഉമ്മയുണ്ടോ പിയാപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴല്ലോ ഇപ്പാപ്പിളൊക്കെ ബഹ്റൈനിലാണ്, ഉപ്പ ദുബൈയിലാണ് എന്ന് പറഞ്ഞപ്പോ അന്നേരത്തെ 5 കുപ്പി രക്തം കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ അതങ്ങനെ ഒരാളെ ആക്കിയിട്ട് ഒരാഴ്ച മുമ്പ് ഇവിടെ താമസിക്കണം, എന്നിട്ട് പ്രസവം കഴിഞ്ഞിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടിന്റെ തല തിരിഞ്ഞാണ്. ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെങ്കിൽ ഉടനെ വരുന്നുണ്ട്, വിട്ടാണ്ട് തല ചേർക്കണ്ടായിരുന്നു. നമ്മൾക്ക് കാണുന്നത് അപ്പൊ ഡോക്ടർക്ക് ആ പൈസ ആ വീടിൽ നിന്നുള്ള അവാർഡിന്റെ പൈസ ഇന്നത്തെ ചിലവൊക്കെ അവിടെ കിട്ടും. അങ്ങനെയാണത്. ഇപ്പോഴും ഡോക്ടർമാർ ഞങ്ങൾ തെറ്റിയിരിക്കല്ല. ഒരു ഡോക്ടറെ കൊണ്ട് പറഞ്ഞത് എന്റെ നല്ല കുറ്റാടിയെ പറയും. ഏതായാലും ചുരുക്കി പറയാം, സംസാരത്തിലൊക്കെ എന്റെ വേദന എന്റെ തടസ്സമായി പോകും. ചുരുക്കി പറയാം. അങ്ങനെ അതായത് 100 പവൻ കിട്ടിയത് അത് അനുസരണമുള്ള KMCC പ്രോഗ്രാം നമ്മൾ നാട്ടുകാരെ സാധുക്കളെ അമ്മയോട് വന്നിട്ട് പറയുമ്പോൾ സമ്പാദിക്കുന്ന നാട്ടിൽ പോയാൽ ഗൾഫ് രണ്ടോന്ന് ആരാ അമ്മത് കുഞ്ഞ് ഗൾഫിൽ എത്ര പൈസ സമ്പാദന അയാളെ 1000 രൂപ അള്ളാഹുത്താല റളിയല്ലാഹു അറിയാവുന്ന ഗൾഫ് എന്നാന്ന് പറഞ്ഞാൽ റളിയല്ലാഹു എന്ന് പറയുന്നു. അപ്പൊ എന്തായി ഓടിക്കാൻ എന്തായാലും അത് പോരാ. ദ്വാര കഴിയുമ്പോഴേക്ക് പിന്നെയും 2 3 കൂടി അല്ല 4 കൂടി 5 5000 പെട്ടത്.
അത് വേണ്ട വർക്കത്തുണ്ട്. അൽഹംദുലില്ലാഹ് ഇങ്ങനെയല്ല ആയിട്ട് ഇപ്പൊ ചുരുക്കി പറയാം. ഇവിടെ നിങ്ങളുടെ സന്തോഷം കൊണ്ട് തെറ്റിപ്പോന്ന് ഞാൻ വിചാരിക്കാതെ സംസാരിക്കുന്നതുകൊണ്ട് എന്റെ ഓർമ്മയില്ല. ഞാൻ ചുരുക്കി പറയാണ്, അന്ന് സിംസാറോർക്ക് ഇവിടെ സത്യം നടക്കാൻ പോകുന്നുണ്ട്. അവര് കഴിഞ്ഞില്ല. എന്റെ നേട്ടം തന്നെ ആർക്കും ഞാൻ പെനയാവുന്നില്ല. എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ആളായിട്ട് മനസ്സിലാക്കിയാൽ സന്തോഷം. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ആ സ്നേഹത്തിൽ തന്നെ എന്നും നിലനിർത്തി തരട്ടെ. സ്വർഗത്തിൽ വരെ എന്റെ ബഹുമാനപ്പെട്ട സിംസാറിലാക്കി അന്ന് മുതലാണ് ഞാനായിട്ടുള്ള ബന്ധം. സിംസാറിലൊക്കെ പറഞ്ഞു, പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞാനൊരു വലിയ ചെറിയ പരിപാടിക്ക് വന്നേനു. എനിക്ക് സമയം ഇല്ലാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ സെക്രട്ടറിയോടെയും പറഞ്ഞു അരമണിക്കൂർ കൊടുക്കുന്നതാണ്. അതൊറ്റത്തേക്കല്ല ഇതോട് കൂടിയാത്ത് ആ വ്യക്തി നിർത്തി ഇവിടെ എത്തിച്ചു. ആമീൻ പറയും. ഞാൻ അള്ളാഹു അദ്ദേഹം ഉദ്ദേശിച്ചതിലും അധികമായി അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുക്കാനും അടുത്തതാകാനും സൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. നിങ്ങൾക്കും ചെയ്യുന്ന എനിക്കും തിരക്ക് കൂട്ടുന്ന കുറിച്ചടിക്കും പരിപൂർണ്ണ ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും തന്നെ സ്വർഗത്തിൽ അല്ലാഹു തആല ഈ പുഞ്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിരിഞ്ഞു കൊണ്ടുന്ന ഹൃദയംഗമായ കഥ രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാരെയും മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. എന്താ പിടിച്ചേറ്റാൻ തോന്നുന്നു. എനിക്ക് നിങ്ങൾ ദ്വാരക്കണം. അതെത്തി ഞാൻ പറയുന്നത്. അത് നിങ്ങൾ നടക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആലത്തിനാകെ സയ്യിദരാം റസൂലേ, ആദം മുതുകിൽ നൂറായി ജ്വലിച്ച റസൂലേ, ആഖിർ നബിയായി മക്കത്തുദിച്ച റസൂലേ, റസൂലേ റസൂലേ ത്വാഹ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ, ത്വയ്ബ പതിയിൻ ജീവേ, തൗഹീദൊളി നീളവേ, ത്വയ്ബ പതിയിൻ ജീവേ, തൗഹീദൊളി നീളവേ, അർശിനും കുർസിനും അധിപതി ഉടയുന്റെ ഹസനത്ത് ഉലകത്തിലുരത്തപ്പുവേ, അർശിനും കുർസിനും അധിപതി ഉടയുന്റെ ഹസനത്ത് ഉലകത്തിലുരത്തപ്പുവേ, ത്വാഹ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ, തിങ്കൾ ഹബീബുള്ളാഹേ, രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ, തഹിയ്യത്ത് ഏകിയുള്ള തിരുദൂതരേ, രാജാതിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ, തഹിയ്യത്ത് ഏകിയുള്ള തിരുദൂതരേ, ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹ്മൂദരേ, ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹ്മൂദരേ, റഹ്മത്തും ബറക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കരിഞ്ഞുള്ള ഗുരുദൂതരേ, റഹ്മത്തും ബറക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കരിഞ്ഞുള്ള ഗുരുദൂതരേ, ത്വാഹ റസൂലുള്ളാഹേ,
ഷഫാഅത്ത് അരുളോരെ നസീഹത്ത് നൽകിയുള്ള നബിയുള്ളവേ നാളെയ മഹ്ശറയിൽ ഷഫാഅത്ത് അരുളോരെ നസീഹത്ത് നൽകിയുള്ള നബിയുള്ളവേ ഹാഷിമിയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുൽ അഅല കണ്ട മുബശ്ശിറരേ ഹാഷിമിയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുൽ അഅല കണ്ട മുബശ്ശിറരേ വിലായത്തും കറാമത്തും വസീലത്തും ഫളീലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായോരേ വിലായത്തും കറാമത്തും വസീലത്തും ഫളീലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായോരേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബ പദിയിൻ ജീവേ തൗഹീദൊളി നീലാവേ അർശിനും കുർസിനും അധിപതി ഉടയുണ്ട് ഹസനത്ത് ഉലകത്തിൽ ഉരത്തപുവേ അർശിനും കുർസിനും അധിപതി ഉടയുണ്ട് ഹസനത്ത് ഉലകത്തിൽ ഉരത്തപുവേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒന്നാം സ്ഥാനം നേടിയത് ത്വയ്ബ ഹനീഫ് അബുദാബി. ഒന്നാം സ്ഥാനം നേടിയത് ത്വയ്ബ ഹനീഫ് അബുദാബി. അടുത്തത് നമ്മുടെ വിശിഷ്ടാതിഥി ഉസ്താദ് സിംസാറുൽ ഹക്ക് ഉസ്താദിന് ഫസ്റ്റ് പ്രൈസ് ത്വയ്ബ ഹനീഫ് അബുദാബി. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി ഉസ്താദ് സിംസാറുൽ ഹക്ക് ഉസ്താദിനുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നത് ദുബായ് KMCC മതകാര്യ വിഭാഗം ചെയർമാൻ പ്രിയപ്പെട്ട ഇബ്രാഹിം മുറിച്ചാണ്ടി സാഹിബാണ്. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. ഇലാഹിയത്തിന്റെ ദിക്റും ഫിക്റും കൊണ്ട് വിശ്വാസി ഹൃദയങ്ങളെ ആത്മീയതയിലെത്തിച്ചും പ്രവാചകത്വത്തിന്റെ മഹനീയതയും മനോഹാരിതയും വാക്കുകൾ ആവാഹിച്ച് ഇഷ്കിന്റെ ഹൃദയ താളം തീർക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത പണ്ഡിത പ്രതിഭ ഉസ്താദ് സിംസാറുൽ ഹക്ക് ഹുദവി മഹനീയ സദസ്സിൽ പ്രഭാഷണം നടത്തും. അതിനു മുമ്പായി ഒരു മദ്ഹ് ഗാനം ഉസ്താദ് സിറാജുദ്ദീൻ കൊല്ലം മദ്ഹ് ഗാനം ആലപിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. വിജയികൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലിമു സിർരി വഅഖഫ മുസ്തജീബു ദഅവാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ربنا ارحمنا جميعا
بجميع الصالحات ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين اللهم صل عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي سلم عليك يا حبيب الله حبيب الله مرحبا أهلا مرحبا يا رسول الله يا പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിക്കൽ എന്നും വന്ന് നിസ്കരിക്കുമ്പോൾ സഹാബാക്കളൊക്കെ കൂടി ആൾക്കാർ കൂടി റസൂൽ ഇടയ്ക്ക് വെച്ചിട്ട് തറാവീഹ് ജമാഅത്തിന് വന്നില്ല.